അമേരിക്കയുടെ കപ്പലുകളെ ഹോർമോസിൽ വെച്ച് തകർക്കാൻ വേണ്ടിയിട്ട് ഇറാന് മൈനുകൾ വെച്ചിട്ടുള്ള ഡോൾഫിനുകളെ വിട്ടതായിട്ടുള്ള റിപ്പോർട്ട്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്നിട്ടുള്ള ക്ലെയിമാണ്. വല്ലാത്തൊരു പയ്യന്മാരാണ് അല്ലേ. ഇനിയിപ്പം ഡോൾഫിന്റെ മേലും കൂടെ മൈനെ വെച്ചിട്ട് വരെ അമേരിക്കക്കാരെ പീഡിപ്പിക്കാനുള്ള പരിപാടിയാണ്. അതായത് നമുക്ക് ന്യൂസിന്റെ ഒരു പൂർണ്ണതയിലോട്ട് നോക്കാം. ട്രംപ് ആണെങ്കിൽ ഇന്നലെ വന്ന് പറഞ്ഞു ഞാനിതാ ഇറാനെ തീർക്കാൻ പോവാണ്. ഇന്ന് രാവിലെ വന്ന് പറഞ്ഞതാ ഞാൻ ഇറാനുമായിട്ടുള്ള യുദ്ധം നിർത്തിയത്. ഇന്ന് വൈകുന്നേരമായപ്പം പറയുന്നത് ഞാൻ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ സമ്മതിക്കില്ല, ഞാൻ വീണ്ടും ഇറാൻ അടിക്കുന്നു. ഇതൊക്കെ പറഞ്ഞുകൊടുക്കുന്ന സമയത്ത് ഇറാൻ ഇപ്പുറത്ത് CIA-ന്റെയും അതുപോലെ തന്നെ മൊസാദിന്റെയും ഓരോരുത്തരുമായിട്ട് പൊക്കുന്നുണ്ട്, ഓരോരുത്തരുമായി തൂക്കുന്നുണ്ട്. ഇത് അവിടെ ഇപ്പോൾ സ്ഥിരമായി നടക്കുന്ന ഒരു പരിപാടി ആയിട്ടുണ്ട്. എത്ര എണ്ണ ഇറാനിൽ കയറി കൂടി നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇതേ സമയത്ത് ഈ മെർക്കാവ ടാങ്കിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ഇസ്രായേലി സേനനെ അകത്ത് ടാങ്ക് തുറന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന ഹിസ്ബുള്ളയുടെ ആൾക്കാരെ നമ്മൾ ഇപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ഏത് മാളത്തിൽ നിന്നല്ല ഏത് ടാങ്കിൽ പോയി ഒളിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ അവിടെ വന്ന് പൊക്കും എന്നാണ് ഹിസ്ബുള്ള മുന്നോട്ട് ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ടിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ഏതാണെങ്കിലും നെതന്യാഹുവിന് ചുണ്ടലിയുടെ വാലിന് തീ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തോട്ട് വരുന്നുണ്ട്. കാരണം ആൾക്കാരെ, അതായത് ഈ 18ഉം 19ഉം വയസ്സുള്ള ചെറിയ ഇല്ലാപ്പുള്ള എന്താ പറയാ ഈ ജൂത ചെക്കന്മാർ അങ്ങോട്ട് വിടുക, യുദ്ധം ചെയ്യുന്നു പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ചത്ത് മലച്ചിങ്ങോട്ട് വരിക. ഇവരുടെ വീട്ടുകാരും ഇവരുടെ കുടുംബക്കാരും ഈ പറഞ്ഞ ചുണ്ടലിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഒരു വശത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും പെട്ടിരിക്കുകയാണ് നമ്മുടെ ചുണ്ടലി നെതന്യാഹു. ഇനി മറ്റൊരു വശത്ത്, അതായത് പസഫിക് സമുദ്രത്തിൽ USS-ന്റെ ഹിഗിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധക്കപ്പൽ മൊത്തത്തിൽ തീ പിടിച്ചിട്ട് പ്രവർത്തനരഹിതമായിട്ട് കപ്പൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ എന്താ പറയുക സമുദ്രത്തിൽ, പസഫിക് സമുദ്രത്തിൽ. ഇനി ഇതാര് വെച്ച തീയാണ്, ഇനി ഏത് മിസൈൽ വന്നിട്ടാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാണ്ട് സെൻട്രൽ കമാൻഡ് തിരിഞ്ഞും മറിഞ്ഞും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് എന്താ പറയുക യുദ്ധ അപ്ഡേറ്റുകളെ പറ്റി സംസാരിക്കാം. നമ്മൾ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ബാക്കിയുള്ള അതിന് നെക്സ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഹിസ്ബുള്ള ലെബനോനിൽ ഏത് രീതിയിലാണ് മുന്നേറുന്നത് നമുക്ക് ആദ്യം എടുത്ത് നോക്കാം. അവിടെ വെടിനിർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ ഇസ്രായേൽ അവിടുത്തെ പൊതുജനങ്ങൾ, അതായത് സിവിലിയൻസിനെ വധിച്ച് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിവിലിയൻ മേഖല കംപ്ലീറ്റ് ബോംബിട്ട ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തിരിച്ചടിയായിട്ട് ഹിസ്ബുള്ള ചെയ്യുന്നത് അങ്ങോട്ട് കയറി, അതായത് കരമാർഗം കയറി ആക്രമിച്ചിട്ടുള്ള ഇസ്രായേലി സേനയുടെ ടാങ്കുകളും അവരുടെ മറ്റ് വിമാനങ്ങളും ഒക്കെ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദിവസം 2ഉം 3ഉം 4ഉം ഹെലികോപ്റ്ററിൽ ഇവിടെ നിന്ന് ചത്ത് മലച്ച ടീംസിനെ അങ്ങോട്ട് ബോഡി കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ പരിക്കേറ്റവരെ ബോഡി കൊണ്ടുപോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള വീഡിയോ പുറത്തോട്ട് ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇവരുടെ സൈനിക ടാങ്ക് ആയിട്ടുള്ള മെർക്കാവ എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്രായേലിന്റെ ടാങ്കിന്റെ അകത്തോട്ട് കയറിയിട്ട്, അതായത് ഹിസ്ബുള്ളയുടെ സേന അകത്തോട്ട് കയറി അതിന്റെ അകത്ത് കയറിയിട്ട് ഇസ്രായേലിലെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പട്ടാളക്കാരെ പൊക്കിക്കൊണ്ടുപോകുന്ന അവസ്ഥ. പൊക്കി കഴിഞ്ഞാൽ തീർക്കും എന്നുള്ള ഉറപ്പാണ്. തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ കൊണ്ടുപോയിക്കോളൂ. ബോഡിയൊക്കെ ഇസ്രായേലിന്റെ ആൾക്കാർ കൊണ്ടുപോകാനുള്ള ഹെലികോപ്റ്ററുകൾ നമ്മൾ ഇന്നലെ കണ്ടിരുന്നില്ല. ആ ഹെലികോപ്റ്ററിന്റെ മൂട്ടിൽ വരെ ഇന്നലെ ഹിസ്ബുള്ള കൊണ്ട് ഡ്രോൺ പൊട്ടിച്ചു. അത് വേറെ കാര്യം. അപ്പം ഇത് അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്. അതായത് ടാങ്കിൽ നിന്ന് വലിച്ചിറക്കി പിടിച്ചുകൊണ്ട് പോവാണ് ഹിസ്ബുള്ളയുടെ പോരാളികൾ. ഇതിന് പുറമെ ഡ്രോൺ ആക്രമണങ്ങൾ, നേരിട്ടുള്ള ആക്രമണങ്ങൾ ഒക്കെ ഹിസ്ബുള്ള അവിടെ നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ ഇസ്രായേലിന്റെ ഇഷ്ടം പോലെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഈ മരിച്ച് ബോഡി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഈ നമ്മുടെ ചുണ്ടലി നെതന്യാഹുവിന്റെ എതിരെ അവിടെ വലിയൊരു ജനവിഭാഗം എതിരെ നിൽക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റ് നല്ല രീതിയിൽ ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ പല ഭാഗത്തും ടെലവീവിലൊക്കെ പല ഭാഗങ്ങളിലും ഈ യുദ്ധത്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം യുദ്ധത്തിന് പോകാൻ അവിടുത്തെ പിള്ളേർ റെഡിയല്ല. എന്നിട്ട് പോലും ഈ നിർബന്ധിത സൈനിക സേവനം വേണമെന്നും പറഞ്ഞിട്ട് ഈ 10ാം ക്ലാസ് പിള്ളേരെന്ന് പറഞ്ഞ പോലെ ഓരോ പിടുങ്ങാഴ്ചകൾ അങ്ങനെ കൊണ്ടുപോകുക. അവന്മാരടക്കം ഓരോ തോന്നിവാസം കളിക്കുക. ലെബനോനിൽ പോയിട്ട് അവിടുത്തെ പള്ളികൾ തകർക്കുക, ചർച്ച് തകർക്കുക, യേശു ക്രിസ്തുവിന്റെ ഇത് എന്താ പറയുക തല വെട്ടിക്കളയുക, മറ്റേ സ്റ്റാച്ചുവിന്റെ, ഇതൊക്കെയാണ് അവന്മാർക്ക് അവിടെ പോയി പരിപാടി. ഇപ്പോൾ ചെന്ന എല്ലാത്തിനെയും ഇതുപോലെ തിരിച്ചിങ്ങനെ കശാപ്പ് ചെയ്ത് വിടുന്നുണ്ട് ഹിസ്ബുള്ളയുടെ സൈഡിൽ. ഇത് യുദ്ധത്തിന്റെ ഒരു ഭാഗമായിട്ട് കാണുന്നതാണ്. ഇനി മറ്റൊരു സൈഡിൽ, അത് പസഫിക് സമുദ്രത്തിൽ US-ന്റെ നാവികസേനയിലെ പസഫിക് സമുദ്രത്തിലെ USS ഹിഗിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധക്കപ്പലിൽ ഭയങ്കരമായിട്ട് തീപിടുത്തം ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കപ്പൽ താൽക്കാലികമായിട്ട് പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ട്. എന്താ മുന്നോട്ട് പോകാൻ പറ്റില്ല, നല്ല രീതിയിലുള്ള തീയാണ് അവിടെ ആളി പടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഇത് എങ്ങനെ വന്നു, ഏത് വന്നു, പൊതുവേ ഇനിയിപ്പോൾ ആരെന്ത് ചെയ്ത് കഴിഞ്ഞാലും പറയാം ഞങ്ങൾ തന്നെ തീയിട്ടു, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുക്കളയിൽ ചെറുതായിട്ടൊന്ന് തീ ഒന്ന് ആളിക്കത്തി, അതല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പാൻട്രി റൂമിൽ ചെറുതായിട്ടൊന്ന് തീ ആളിക്കത്തി എന്നൊക്കെ പറയാറുള്ളൂ. സ്വന്തം സമ്മതിച്ചില്ല ഞാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നടക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ചില വാർത്തകളും ഇന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇറാന്റെ പുതിയ യുദ്ധമുറ ഇത് ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ആരും മലയാളത്തിൽ ആരും ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞതായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടാന്ന് വിചാരിച്ചത്. അമേരിക്കൻ നാവിക കപ്പലുകളെ തകർക്കാൻ വേണ്ടിയിട്ട് മൈനുകൾ ഘടിപ്പിച്ചിട്ടുള്ള ഡോൾഫിനുകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇറാൻ എന്നും പറഞ്ഞിട്ട് അമേരിക്കയുടെ തന്നെ വാൾ സ്ട്രീറ്റ് ജേണലിന്റെ ഒരു ക്ലെയിം വന്നിട്ടുണ്ട്, ഒരു റിപ്പോർട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇറാന്റെ പുതിയ ഒരു പദ്ധതിയാണിത്. കൂടാതെ കടലിനടിയിലുള്ള പ്രധാന കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ മുറിക്കുമെന്നും കൂടെ ഇറാന്റെ ഭീഷണി വന്നതായിട്ടാണ് ഇവരിപ്പോൾ മുന്നോട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കാൻ
ചെയ്യാന്നുള്ളത് തന്നെ വലിയ ടാസ്ക്, അതിന് തന്നെ മാസങ്ങൾ എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളൊരു വശത്തുനിന്ന് നീക്കം ചെയ്ത് തുടങ്ങി. അമേരിക്കയുടെ പ്രസിഡന്റ് ചെന്നിക്കളവൻ ട്രംപ് വന്നിട്ട് വലിയ വിട്ടുവായത്തരം വിട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. പോരാത്തതിന് അക്കൂട്ടത്തിൽ ഈ മൈനുകൾ ഘടിപ്പിച്ച് വെച്ചിട്ടുള്ള ഡോൾഫിനുകൾ അങ്ങോട്ട് വിടുകയാണ്. ഡോൾഫിനുകൾ എവിടെ പോയിട്ട് മുട്ടുന്നോ ആ ഡോൾഫിനുകൾ അടക്കം അല്ലെങ്കിൽ ആ പറഞ്ഞ മുട്ടുന്ന കപ്പലുകളടക്കം പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധമുറ ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഇവർ പോകുന്ന GPS സിസ്റ്റം വരെ കണക്ട് ചെയ്തിട്ടായി രീതിയിലുള്ള വിടുന്നത്, അല്ലെങ്കിൽ ഡോൾഫിനുകളുടെ മേൽ ഇത് ഘടിപ്പിച്ച് വിടുക എന്നാണ് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ കേബിൾ ഈ സമയത്ത് തന്നെ കടലിന്റെ അടിയിൽ കൂടെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ പോകുന്നുണ്ട് അല്ലേ, ഈ പേർഷ്യൻ ഗൾഫിലൂടെയും ഹോർമോസിൻ്റെ ഉള്ളിലൂടെ ഒരുപാട് കേബിളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യാനുള്ള പദ്ധതികളും ഇറാനുണ്ട്. ഈ യുദ്ധം, അതായത് നെക്സ്റ്റ് അമേരിക്ക ആക്രമിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടികൾ ഇതൊക്കെയാണ്. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തെ മൊത്തം ഇന്റർനെറ്റ് വരെ കട്ടായി പോകും. ആ രീതിയിലോട്ടായിരിക്കും ഈ ഡാറ്റയുടെ എഫക്ട് വരാൻ പോകുന്നത്. അതുവരെ നടക്കുമെന്നാണ് ഇറാൻ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് വാൾസ്ട്രീറ്റ് ജേർണലിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും വേണ്ടി വരുന്നതാണ് പെന്റഗന്റെ ഒരു കണക്ക്. ഇപ്പൊ GPS സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇത്തരം മൈനുകളെ കണ്ടെത്തുക പോലും പ്രയാസകരമാണ്. കാരണം ഇത് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത് വിട്ട ആളുകൾക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ, അത് ഇറാന് മാത്രമേ പറ്റുള്ളൂ. വേറൊരാൾക്കും അങ്ങോട്ട് ചെന്നിട്ട് ഇതെടുത്ത് മാറ്റാൻ പറ്റില്ല എന്നാണ് പെന്റഗന്റെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ. സത്യത്തിൽ ഈ ഹോർമോസിലെ ഞങ്ങൾ മൊത്തം പിടിച്ചടക്കി, ട്രംപ് ഇത്രയും വലിയ ഉപരോധങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ യുദ്ധം ജയിച്ചേ പറയുന്ന സമയത്ത് പോലും നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റഡാർ സിസ്റ്റം, ഈ ഷിപ്പ് റഡാർ സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 30-ലധികം ഇറാനിയൻ കപ്പലുകൾ അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഇത് കടന്നു പോയതായിട്ടുള്ള റഡാർ സിസ്റ്റങ്ങളും ട്രാക്കിംഗ് ഏജൻസികളൊക്കെ ഇപ്പോൾ അവർ പുറത്തോട്ട് വന്ന് പറയുന്നുണ്ട്. അതായത് അമേരിക്കയ്ക്ക് ഒരു ലിമിറ്റിൻ്റെ മേലെ പിടിക്കാൻ പോലും പേടിയാണ്. അത് പിടിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഏത് രീതിയിലാണ് ആക്രമിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം അമേരിക്കയുടെ വലിയ വലിയ കപ്പലുകൾ USS ജെറാർഡ് ഫോർഡും എബ്രഹാം ലിങ്കണും ഒക്കെ മാറിയിട്ടാണ്. ഒന്നും ഈ പറഞ്ഞ ഹോർമോസിലെ ഉപരോധം പറഞ്ഞിട്ടില്ല, ഒന്നും ഹോർമോസ് കടലെടുക്കലല്ല. ഇറാനിൽ നിന്നും 1000 കിലോമീറ്റർ മാറിയിട്ട്, അല്ലെങ്കിൽ ഇറാന്റെ മിസൈലുകളെ പേടിച്ചിട്ട് അത്രയും മാറിയിട്ടാണ് ഇവരൊക്കെ നിർത്തിയിട്ടുള്ളത്. ഈ ഹോർമോസിൽ നേരിട്ട് ഈ പറഞ്ഞ ഒരു കപ്പലുകളും വന്ന് നിർത്തിയിട്ടില്ല. കാരണം പേടിയാണ്, പണി കിട്ടും എന്നുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ ഇറാന്റെ ഒരു മിസൈൽ വീണ് പൊട്ടി തകർന്നാൽ മതി. ഓൾമോസ്റ്റ് ഇതിൻ്റെയൊക്കെ പകുതിയിൽ ജെറാർഡ് ഫോർഡിന്റെയും എബ്രഹാം ലിങ്കന്റെയും ഒക്കെ ഓരോ മൂല അല്ലെങ്കിൽ ഓരോ കാലം ഓരോ കണ്ണ് വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അക്കൂട്ടത്തിൽ മൊത്തത്തിൽ കത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രംപിന് അമേരിക്കയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും എന്നുള്ളത് എല്ലാവർക്കും. അതുകൊണ്ട് ഇറാൻ ഇതിൻ്റെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പാസ് ചെയ്തിട്ട് 19ഓളം കപ്പലുകൾ ഓൾറെഡി പോയിട്ടുണ്ട്. പക്ഷേ ഇറാനിന് ഡെയിലി പോകുന്നൊരു കണക്കനുസരിച്ച് ഇത് വളരെ കുറവാണ്. അത് ഇറാൻ നല്ല രീതിയിലുള്ള സാമ്പത്തിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഈ എണ്ണ എടുത്തുകൊണ്ടിരിക്കുന്ന എണ്ണ സംഭരിക്കാനുള്ള സ്ഥലം പോലും ഇപ്പം ഇനി ഇറാനിൽ ബാക്കിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഇനി ഇറാൻ ഇതിനെ പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അമേരിക്കൻ സൈന്യം കപ്പലുകൾ പിടിച്ചെടുക്കുന്നതിനെ കടൽ കൊള്ള എന്ന യുദ്ധക്കുറ്റം ചുമത്തണം എന്നും കൂടെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. കാരണം അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം യുദ്ധത്തിന് തുല്യമാണെന്നും ഇതൊരു യുദ്ധമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്, അതുകൊണ്ട് ഏതായാലും ഹോർമോസ് ഞങ്ങളായിട്ട് തുറക്കില്ല എന്ന് കൂടെ ഇറാന്റെ സൈഡിൽ നിന്ന് അവർ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇനി മറ്റു ചില അപ്ഡേറ്റുകൾ പറയാനുണ്ട്. CNN ഒരു റിപ്പോർട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ വന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് മൊത്തം അമേരിക്കയുടെ 16 താവളങ്ങളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റിലെ 8 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന 16ഓളം US സൈനിക താവളങ്ങളാണ് ഇറാൻ തകർത്ത് കളഞ്ഞിട്ടുള്ളതും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും എന്നുള്ള കണക്കാണ് CNN ഇപ്പോൾ പുറത്തോട്ട് വിടുന്നത്. റഡാർ സംവിധാനങ്ങൾ, ആശയവിനിമയ ശൃംഖല, റൺവേകൾ എന്നിവ കംപ്ലീറ്റ്ലി തകർത്തതോടെ പല ബേസുകളും ഉപയോഗശൂന്യമാക്കിയിരിക്കുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് കുവൈറ്റിലെ അത്യാധുനിക കേന്ദ്രമായിട്ടുള്ള ക്യാമ്പറയും അതുപോലെ തന്നെ മറ്റ് ചില താവളങ്ങളും പൂർണ്ണമായിട്ട് തകർക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. യുദ്ധച്ചെലവ് ഏകദേശം $25 ബില്യൺ ആണെന്നാണ് പെന്റഗൺ അവകാശപ്പെടുന്നത്. പക്ഷേ അത് തെറ്റായിട്ടുള്ള കണക്കാണെന്നാണ് ബാക്കി വിദഗ്ധർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തകർക്കപ്പെട്ട താവളങ്ങളുടെ പുനർനിർമ്മാണത്തിന് ചെലവ് തന്നെ ഏകദേശം $100 ബില്യൺ മേലോട്ട് വരും എന്നാണ് ആളുകൾ പറയുന്നത്. ഇനി പഴയ വിമാനങ്ങളുടെ ആക്രമണം, ഇറാൻ പണ്ടത്തെ കാലത്ത്, അതായത് ഏകദേശം 1965 അമേരിക്കയിൽ നിന്ന് വാങ്ങിയ 60 വർഷത്തിന്റെ മേലെ പഴക്കമുള്ള F-5 വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇറാൻ പല ആക്രമണങ്ങളും നടത്തിയിട്ടുള്ളത്. ഈ ആക്രമണം നടത്തിയതിന്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ $5 ബില്യൺ വിമാനങ്ങൾക്ക്, അതായത് ഈ സൗദിയിലും കുവൈറ്റിലൊക്കെ വിമാനങ്ങൾ തകർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം 5 ബില്യൺ അമേരിക്കൻ വിമാനങ്ങളാണ് അമേരിക്കയ്ക്ക് നഷ്ടമായിട്ടുള്ളത്, ഡോളറിന്റെ വിമാനങ്ങളാണ് നഷ്ടമായിട്ടുള്ളത്. അപ്പം 2026 ഈ ഒരു കാലഘട്ടത്തിൽ അമേരിക്ക ഇത്രയും അത്യാധുനിക സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇറാൻ ഇപ്പോഴും 60-70 വർഷം മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുള്ള ചെറിയ വിമാനങ്ങളും അവരായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള അവരുടെ അത്യാധുനിക മിസൈലുകൾ വെച്ചിട്ടാണ് അമേരിക്കയ്ക്ക് ഇത്രയും വലിയ ഏകദേശം 4 ലക്ഷം കോടി രൂപയോളം വരുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് ഏറ്റവും ഈ ഒരു യുദ്ധ കണക്കുകൾ ഇപ്പം ഈ CNN പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ഇത്ര അക്യുറസിയോട് കൂടിയിട്ട് എങ്ങനെയാണ് ഈ മിസൈലുകളും ഇറാൻ്റെ ഈ പഴയ വിമാനങ്ങളൊക്കെ കറക്റ്റ് സ്ഥലത്ത് പോയിട്ട് പണി പറ്റിക്കുന്നത് എന്നുള്ളതിനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ പറയുന്നത് ഇത് ചൈനയുടെയും റഷ്യയുടെയും GPS സിസ്റ്റംസ്, അതായത് അവരാണ് ഇത്തരത്തിലുള്ള ട്രാക്കിംഗ് സിസ്റ്റം ഇവർക്ക് കൊടുത്തിട്ടുള്ളത് വെച്ചിട്ടാണ് ഇറാൻ ഈ പഴയ ചിലവ് കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് അമേരിക്കയ്ക്ക് ഇത്ര വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഏതാണെങ്കിലും അമേരിക്ക വല്ലാത്തൊരു പെടലപ്പെട്ടത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം.
യുദ്ധം അമേരിക്ക നിർത്തണം, പക്ഷേ ഇസ്രായേൽ നിർത്തണ്ട. കാരണം ഇസ്രായേൽ തോറ്റെടുത്ത് ഏതായാലും സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടി വീണ്ടും അടിക്കുക, അത് ഇരുന്നവരെ വീണ്ടും അടിക്കുക, അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു സീസ് ഫയർ പറയുക, വീണ്ടും സാധനങ്ങൾ നിറയ്ക്കുക. ഇതാണ് ഇസ്രായേലിൻ്റെ ഒരു പരിപാടി. അതുകൊണ്ട് ഇസ്രായേൽ ഇതിനെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കണ്ടിട്ട് യുദ്ധം വേണം എന്നും പറഞ്ഞിട്ടാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകൾ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ലൈക്കും ഷെയറും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ തരിക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.